അസ്സലാമു അലൈക്കും. ഗൾഫ് സ്പോക്കൺ അറബിക്, ഗൾഫിലെ സംസാര ഭാഷ. അവിടുത്തെ അറബികൾ വിദേശികളായ നമ്മളോട് സംസാരിക്കുന്ന സംസാര ഭാഷ. ഒരു വിദേശിയെ അല്ലെങ്കിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രവാസിയായിരുന്ന എന്നെ സംബന്ധിച്ച് പോയ സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതേപോലെ ഇനി പ്രവാസിയായിട്ടുള്ളവരും ആകാൻ പോകുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ വിദേശത്തേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും അവരോട് സംസാരിക്കുന്ന സംസാര ഭാഷ എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാകും. അതിനാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഒരു അറബി ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവർ അസ്സലാമു അലൈക്കും എന്ന് പറയും. നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് മറുപടിയായി വഅലൈക്കും അസ്സലാം, തിരിച്ച് നിങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയും. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി അതിന് സലാം പറഞ്ഞതിന് ശേഷം അവർ ചോദിക്കുക കൈഫൽ ഹാൽ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കൈഫൽ അഹ്വാൽ. കൈഫൽ അഹ്വാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. കൈഫ സിഹ, സുഖം തന്നെയല്ലേ. സിഹ എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്നാണ് അർത്ഥം. പക്ഷേ കൈഫ് സിഹ എന്ന് പറഞ്ഞ ഒരു ശൈലിയാണ്. അതിൽ സുഖം തന്നെയല്ലേ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സുഖം തന്നെയല്ലേ എന്നർത്ഥം. കൈഫൽ ഹാൽ എന്നും ചോദിക്കും, എന്താണ് വിശേഷങ്ങൾ. കൈഫൽ ഹാൽ എന്താണ് വിശേഷം, കൈഫൽ അഹ്വാൽ എന്താണ് വിശേഷങ്ങൾ. ചെറിയ വ്യത്യാസമുള്ളൂ, രണ്ടും ചോദിക്കാം. കൈഫ് സിഹ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അഥവാ സുഖം തന്നെയല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയും അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. ത്വയ്യിബ്, സുഖം തന്നെയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സർവസ്തുതി. ത്വയ്യിബ്, സുഖം തന്നെയാണ്. ത്വയ്യിബ്, സുഖമാണ്. അതിനുശേഷം അവർ ചോദിക്കും ഉശ്ലൂനൽ ഉമൂർ. ഇങ്ങനെയും ചോദിക്കാം, ഉശ്ലൂനൽ ഉമൂർ, എന്തൊക്കെ വിശേഷങ്ങൾ. ഉശ്ലൂനൽ ഉമൂർ, എന്തൊക്കെ വിശേഷങ്ങൾ, അങ്ങനെയും ചോദിക്കാം. അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ ഖൈർ, ഖൈർ എന്നും മറുപടി പറയാം. നേരത്തെ നമ്മൾ പഠിച്ചു ത്വയ്യിബ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ സുഖമാണ്. അതേപോലെ ഖൈർ, നല്ലതാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അങ്ങനെയും മറുപടി പറയാവുന്നതാണ്. പിന്നെ ചോദിക്കും